ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയില്ല, അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം ഇനി നമ്മൾ ദിവസം കറങ്ങാൻ പോകാമെന്ന് വിചാരിക്കുന്നു. മഴയാണ് ഗായ്സ്, നല്ല മഴയോ നല്ല എന്ത് കൊള്ളുക. ഷിൻചാൻ പിന്നെ ഇന്ത്യൻ ബൈസ് ഡ്രൈവിംഗ് 3D സിറ്റിയിലോട്ട് പോയി, അതുകൊണ്ട് ഷിൻചാൻ ഇപ്പോൾ അവിടെ ഇല്ല. നമുക്ക് എന്തായാലും പോവാം. ലെറ്റ്സ് ഗോ. അത് നമ്മൾ ലൈക്ക് ചെയ്താൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ അങ്ങനെ ഇരിക്കുക. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ. ഫോണിക്ക് ആരോ വിളിക്കണ്ടല്ലോ, നമുക്കൊന്ന് സ്കിഡ് അടിച്ച് ഹലോ ഡോലൊക്കെ എന്താണ് കടിച്ച് ഞാനെന്തായാലും പോലീസിലോട്ട് പറയുമ്പോ ഒറ്റ നമ്മൾ തന്നാലോ. സോറി. അപ്പൊ ആരോ വിളിക്കണേ? ഇത് പോലീസാണ്. നമുക്ക് പരിചയമുള്ള ഒരു പോലീസ് വിളിക്കണേ. ഹലോ പോലീസ്, എന്തേ? എടോ, നിന്നൊരു കാര്യം എനിക്ക് പറയുന്നുണ്ട്, സീക്രറ്റ് ആയ കാര്യമാണ്. നീ പിന്നെ ഈ സിറ്റിയിലെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത്. എന്താ കുഴപ്പം? ഇത് പിന്നെ എന്താ അറിയോ, ജയിക്ക് ഒരു പ്രശ്നമുണ്ട്. നീ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറയൂ ഗായ്സ്. അപ്പോൾ എന്താണ് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ലെറ്റ്സ്. എന്താ കാര്യമൊന്നും പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് വരാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോകാൻ ലെറ്റ്സ്. അയ്യോ ഒറ്റ ചത്തു. കഷ്ടാണ്. ഇത് വേറെ സ്റ്റേഷനത്തെ പോലീസുകാരാണ്, നമ്മളെ സ്റ്റേഷനത്തെ അല്ല. നമുക്ക് പരിചയമുള്ള ആളുടെ. എന്നാ ഇവര് വരിയോ? കുറച്ച് ദൂരേക്ക് വാ, ഞാൻ ശരിയാക്കി തരാം. ഇനി നമ്മള് ഇത്ര ഉള്ളു ഇവൻ്റെ ഒക്കെ പരിപാടി. നമുക്കറിയാം നമ്മൾ പിന്നെ ഈ സിറ്റിത്തെ പ്രസിഡന്റ് ആയിട്ട് അവൻ എൻ്റെ പിന്നാലെ വരികയാണല്ലോ. നമ്മളിപ്പോഴും പ്രസിഡന്റ് മാത്രമല്ല, ഒരു ഗാങ്സ്റ്ററും കൂടിയാണ്. നമുക്ക് നേരെ പോകാം. പോലീസ് സ്റ്റേഷൻ്റെ വഴി എവിടെയായിരുന്നു? അതൊക്കെ തന്നെ കൂടെ. അമ്മ നേരെ ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിടിച്ചു. ഓക്കെ, അങ്ങനെ എത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ഫൈനലി. നേരെ കൊണ്ടുപോയി അവിടെ ചാർത്തി. നമുക്ക് എന്തിനാ വന്നെന്നൊക്കെ ഒന്നും അറിയില്ല. നമുക്ക് നേരെ ഇവിടെ പാർക്ക് ചെയ്യാം. അങ്ങോട്ട് ഇതവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലും പാർക്ക് ചെയ്യാൻ പാടില്ല. എല്ലാം നമ്മൾ പ്രസിഡന്റ് അല്ലേ, നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ കാലത്തിന് ഇവിടെ ഒന്നും പാടില്ല പാർക്ക് ചെയ്യാൻ. ഈ ഒരു ഭാഗത്ത് മാത്രമേ പാടുള്ളൂ. പക്ഷെ നമ്മൾ പ്രസിഡന്റ് ആയതുകൊണ്ട് ഈ പോലീസുകാരൊക്കെ നമ്മളെ കയ്യിലാണ്. ചിലപ്പോൾ ഈ പോലീസുകാരെ അങ്ങനെയൊക്കെ ഓർക്കണം. പോലീസുകാരെ തീർത്തോളെ നിങ്ങളത് ഓർക്കണം. ഇവിടുത്തെ പ്രസിഡന്റ് മാത്രം അല്ല, ഒരു ഗാങ്സ്റ്ററും കൂടിയാണ് ഞാൻ. നിങ്ങൾ ഓർക്കണം. അല്ല
അയാളെവിടെ? ഇയാൾ തന്നെയാണ് വിളിച്ചത്. എന്താ സാറേ വിളിച്ച്? എടാ ചേക്കി, അതൊരു കേരണടാ. നീ നീ ഒരു സാധനം പൊട്ടിക്കരുത്. എന്ത് സാധനം? നമ്മുടെ സിറ്റിയിൽ ഒരു റോട്ടിന് നടുക്കൊരു മുട്ടുണ്ട്. ആ മുട്ട പൊട്ടിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന രാമമ്മൻ നീച്ചു കളയും. അതുകൊണ്ട് നീ ആ ഒരു മുട്ട പൊട്ടിക്കരുത്. മുട്ട പൊട്ടിച്ച എന്താ കുഴപ്പം? ലാഭമേനൊന്നും ഉണ്ടിക്കല. എടോ നീ പറയണ കേക്കണ. മുട്ട പൊട്ടിച്ച ലാഭമേൻ വരും. പറയണ കേക്ക്. എടോ ഞാനിന്റെ ആൾക്കാര് വേണിട്ടോ. പറയണ കേക്ക്. ഈ സിറ്റിക്ക് പ്രശ്നമാവും. ഞാനല്ല ഈ സിറ്റിയുടെ പ്രസിഡന്റ്, അതുകൊണ്ട് കുഴപ്പമില്ല. നാല് ഞാൻ പറയണ കേക്കണ. നിനക്ക് കൂടി അപകടമാണ്. വീട്ടിൽ വന്നിട്ട് രാവിലെ പോലീസൊക്കെ അവന്റെ ലാവമേനൊക്കെ ഇങ്ങനെ ചെയ്യുക. ഇയാളെ ഞാൻ പറയുന്നത് ഇവര് പിടിക്കാൻ പോ. ഓക്കെ സർ. ഒരിന്റെ പിന്നാലെ പിടിക്കാൻ വരിക കേട്ടോ ഗൈസ്. എന്ത് മുട്ടയാണ്? ഒരു മുട്ടയില്ല. മുട്ടൊക്കെ എന്താ പ്രശ്നം? നമ്മൾ അവരുടെ കൺമുമ്പ് സ്ഥലം കിട്ടും അങ്ങോട്ട്. അത്രേ ഉള്ളൂ. അമ്മ നേരെ കൊണ്ടുപോയി ചാർത്തി. പക്ഷെ എന്ത് മുട്ടയാണ് ഓൻ പറഞ്ഞത്? ഇവിടെ ശരിക്കും ഇവിടെ ഒരു മുട്ടുണ്ട് കേട്ടാ. സത്യം പറഞ്ഞ ഇവിടെ ഒരു മുട്ടുണ്ട്. ശരിക്കും ഒരു മുട്ടുണ്ട്. സത്യം. എന്താ കണ്ടോ? ഇവിടെ ഒരു മുട്ട, കുഞ്ഞു മുട്ട. എന്നാ അതൊരു കാര്യം ചെയ്യാം, വെടി വെച്ച് അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്ത് സംഭവിക്കാൻ? പെട്ടെന്ന് എന്തോ ഒരു സൗണ്ടൊക്കെ കേട്ടു. അത് അതിന്റെ സൗണ്ടൊന്നും ആവില്ല. എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൗണ്ട് ആവും. ചേട്ടാ അത് എന്ത് സൗണ്ട്? ഒരു സൗണ്ടും ഇല്ല. ഇത് വേറെ എന്തിൻ്റെങ്കിലും സൗണ്ട് ആവും. ആരെങ്കിലും ഇഞ്ചക്ഷൻ കുത്തണോ ഇവിടെ തൊട്ടടുത്ത്? ഇത് പിന്നെയും കേട്ടാലോ. ഇത് എന്ത് പ്രശ്നാണ്? അപ്പൊ നമുക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ. പിന്നെ നമ്മുടെ വീട് നമുക്ക് ചിലപ്പോ എവിടെയാ ഉള്ളത് എന്ന് മറക്കും. അപ്പൊ നമ്മള് ജസ്റ്റ് നോക്കാം. ഇതെന്താ അങ്ങനെ അപകടമൊക്കെ? നമ്മള് ശരിക്കും പോയതാണ്. പെട്ടെന്ന് ആവാതെ അങ്ങനെ ഇങ്ങോട്ട് പെട്ടെന്ന് സ്റ്റക്കായി മുമ്പിക്കുന്നു. ചേട്ടാ എന്റെ വണ്ടിക്ക് വല്ലതും പറ്റിയോ? വല്ലാതൊന്നും പറ്റില്ല. ചെറിയൊരു സ്ക്രാച്ചിന്റെ ഉണ്ട്. അല്ലാതൊന്നും പറ്റിയില്ല. എന്താ പറ്റി ഗൈസ്? ഇനി ശരിക്കും പറഞ്ഞതാണോ ആ പോലീസുകാരി? അങ്ങനെ ശരിക്കും പറയാനൊന്നും വഴിയില്ല. പക്ഷെ പറയാൻ പറ്റില്ല ഗൈസ്. ചിലപ്പോ ശരിക്കും പറഞ്ഞതാവാം. എന്തായാലും നമുക്ക് നേരെ എൻ്റെ വീട്ടിൽ പോവാം. എനിക്ക് പേടിയുണ്ട് കേട്ടോ ഗൈസ്. ചെറുതായിട്ട് എന്താ സംഭവിക്കുന്ന ഒരു പേടിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്ത് നിൽക്കാം ഗൈസ്. ഉറങ്ങിക്കടന്ന എന്നെ ഈ കള്ള മനുഷ്യന്മാർ നീപ്പിച്ചു. ഇതിന് ഞാൻ ഇവരെ പ്രതികാരം ചെയ്യും. ഞാനത് ഉറങ്ങിക്കടന്നതാണ്. അതിനെ എന്നെ വെറുതെ കാട്ടണ്.
നിങ്ങളെയൊക്കെ ഞാൻ തീർത്ത് കളയും. മണ്ണോളെ, നിങ്ങൾക്കല്ലെങ്കിൽ ഏത് ഗുണമുള്ളത്? വെറുതെ ഉറങ്ങിക്കിടക്കുന്ന ആളെ കളിക്കുക. അയ്യോ ലോകത്തിന്റെ മുമ്പിൽ അത് പെട്ട. അയ്യോ ലോകമേ അപ്പോ നിങ്ങൾക്ക് പ്രശ്നമൊക്കെ ഇട്ടതൊക്കെ അറിയാം, നിങ്ങളുടെ ജീവൻ പോകുന്നതൊക്കെ അറിയാം. എന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തല്ലേ, ഞങ്ങളുടെ എന്തിലും ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പ്ലീസ് ലോബേ ചേട്ടോ, എന്നാ പിടിച്ചോ. നിന്റെ ലോബാമേന് ഒറ്റ ഒന്നങ്ങോട്ട് വെച്ചാന്നാണല്ലോ. നല്ല അങ്ങോട്ട് കിട്ടും. ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ സിറ്റിയിൽ ഇങ്ങനത്തെ ലാഭം വന്നിട്ടുണ്ട്. എല്ലാവരും അതിലൂടെ ജാഗ്രത പുലർത്തുക. നമ്മുടെ ടിവിയിൽ ഞാൻ എന്താ കണ്ട്? ലാവമേൻ നമ്മുടെ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാ? എനിക്ക് വിശ്വാസം വരുന്നില്ലല്ലോ ഗേൾസ്. നമ്മളാ മുട്ട പൊട്ടിക്കുന്നത് അപ്പൊ പോലീസുകാർ പറഞ്ഞ സത്യാണോ? അയ്യോ അപ്പൊ പടിപ്പാളി. നമുക്കൊരു കാര്യം ചെയ്യാം, മേനെ വിളിച്ചു നോക്കാം. അയ്യോ ഇപ്പൊ പാളിയല്ലോ ഗേൾസ്. അയ്യമ്മേനപ്പം നമുക്ക് തൽക്കാലത്തിന് എന്തെങ്കിലും ഒരു ഹെൽപ്പിന് നമുക്ക് വിളിച്ചോക്കാം. ഹലോ അയൺമാനല്ലേ? എന്തോടെ നിനക്ക് സുഖല്ലേ? അയൺമാനിപ്പോ ഇവിടെ? ഞാനിപ്പോ ലൂസൻ ജ്യൂസിലാടോ. എന്താ പറയണ്? അയൺമാനൊന്ന് പറന്ന് ഇങ്ങോട്ട് വരുമോ? എന്ത്? ഓക്കെ വരാ. എന്തിനാ? അയൺമാന് ഇന്ത്യൻ സ്റ്റാർട്ട് സിറ്റി അപകടത്തിലാണ്. എന്തപകടം? ലാവാബൻ ഞങ്ങളുടെ സിറ്റിയെ ആക്രമിക്കുന്നുണ്ട്. എന്ത് ആക്രമിക്കുന്നുണ്ടെന്നോ? അത് ഒന്നങ്ങോട്ട് വരൂ. ഓക്കേടാ. ഗായ്സ്, ടോണി സ്റ്റാർക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ലേ? നമുക്ക് ടോണി സ്റ്റാർക്ക് എന്താണ് അയൺമാൻ്റെ സൂട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നീ ഇത് നീ പറഞ്ഞതൊക്കെ മനസ്സിലായി. ലവമേനല്ലേ? ലവമേന് പക്ഷെ ഇങ്ങനെ വന്ന് അത് എൻ്റെ ഒരു തെറ്റാടാ. ഞാൻ ആ പോലീസുകാർ പൊട്ടിക്കരുതെന്ന് പറഞ്ഞൊരു മുട്ട പൊട്ടിച്ചു. അതിലൂടെ വന്ന് എന്ത് മുട്ടയോ? എന്ത് മുട്ട അത്? കാര്യത്തിന് ഒന്ന് ക്ഷമിക്കട്ട. അത് ഒരു പ്രശ്നമുണ്ട് അയൺമാനെ. ഞാൻ ഒരു ലാവമ്മേനെ ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പൊ ലാവമ്മേനെ മുട്ട ഞാൻ പൊട്ടിച്ചു. ഓ മൈ ഗോഡ്, വലിയ തെറ്റാണ് നീ ചെയ്ത്. സോറി അയൺമാനെ. എന്തായാലും ഓക്കെ. പക്ഷേ നീ സൂട്ട് ഇട്ടിട്ട് നീ ഒരു നീ കൊന്നു കളയണം. ഈ സൂട്ടോണ്ട് അതിനൊക്കെ പറ്റുമോ? പിന്നെ ലാവമ്മേനൊക്കെ ഈ സൂട്ടോണ്ട് കൊല്ലാൻ പറ്റും. പക്ഷെ ഈ സൂട്ടിന് ഒരു പവറും ഇല്ലല്ലോ. അത് ഞാനിപ്പോ പവർ കളഞ്ഞതാ. ഈ സൂട്ട് കേടന്നാലും പവർ വെക്കണ്ട, പൊട്ടിത്തെറി ഈ സൂട്ട്. ഒരു വട്ടം തന്നെ ഞാൻ പൊട്ടിത്തെറിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായതാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, ടോണി സ്റ്റാർക്ക് എങ്ങോട്ട് വാ. ഓക്കേടാ. ഇനി നമ്മൾ നേരെ പോകുന്നു, കൊല്ലുന്നു. ഇനി അത്ര ഉള്ളു പരിപാടിയൊക്കെ.
അല്ലാന്ന് ഞാനിന്ന് അവനെ അങ്ങോട്ട് തീർത്ത് കളയും. എവിടെ ലാവാമേൻ ഗൈസ്? അവിടെ ഉണ്ട് കേട്ടോ ലാവാമേന്. എന്തായാലും നമുക്ക് ഇവിടെ ലാവാമേനെ വിളിക്കാം. ആടാ കള ലാവാമേനെ, എന്തുവാടോ നീ ആരാടാ? ഇവരെ ഫസ്റ്റ് തീർന്നാള്. നീ എന്തായാലും മനുഷ്യനാന്ന് തോന്നണില്ല. ഞാൻ മനുഷ്യൻ തന്നെയാണ്. ഈ സാധനം റോബോട്ട് ഇതിന്റെ തീർത്തോളും. അതെ നിന്റെ മുട്ടമുട്ടിന് ഞാനാടോ. നിന്നെന്താ ഞാൻ എന്തായാലും തീർത്തോളയും. ഗായ്സ് അയൺമാൻ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി തന്നിരുന്നു. അയൺമാൻ തന്ന വെപ്പണ് പവർഫുള്ളാണ്. എന്ത് വെപ്പണ്? നീ എന്നൊന്നും അറിയേണ്ട കാര്യ. അയൺമാൻ എനിക്ക് ഇഷ്ടം പോലെ വെപ്പൺ തന്നിരുന്നു. അതിലത്തെ ഒരു വെപ്പണും എല്ലാ വെപ്പണും പവർഫുള്ളാ. പബ്ബനെ ഞാൻ തീർച്ചോണ്ട് കളയും. ഓ കണ്ടോ, ഒരു ലാവാമൻ തീരേണ്ട അത്രയുള്ളൂ. നിങ്ങളെ ഞാൻ ഒരു ദിവസം കൊന്നു കളയും. പിന്നെ എപ്പ കൊന്നു കളഞ്ഞ എന്നെ ഒന്ന് പോടെ. അവൻ കൊന്നു കളയും ഇത്ര. പിന്നെ എപ്പ കൊന്നു കളഞ്ഞ എന്നെ. എന്തായാലും വാടാ ടോണി സ്റ്റാർക്ക്. എടാ നീ എൻ്റെ സൂട്ടൊക്കെ ഞാൻ തരാം അടിച്ചിട്ട് പോരെ. അത് മതി. അതല്ല പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ സൂട്ട് അയൺമാനൊന്ന് കൊടുക്കട്ടെ കേട്ടോ ഗൈസ്. ഇപ്പൊ നമ്മൾ അയൺമാനെ അങ്ങനെ സൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ പ്രശ്നവും സോൾവായി. ഇപ്പൊ എല്ലാതും തീർന്നു. എന്തൊക്കെയായിരുന്നു ഇപ്പൊ? അതുകൊണ്ട് എല്ലാ പ്രശ്നവും അയൺമാന് കൊടുത്തപ്പോ തീർന്നു. ഓക്കെ. അപ്പൊ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫോർ